ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിലേക്ക് അത്യാവശ്യമുള്ള കുറേ നല്ല ടിപ്സുകളുമായിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമുക്ക് കടലയൊക്കെ രാത്രി വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് രാവിലെയാണല്ലേ നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടിപ്പ്. എല്ലാവരുടെ വീട്ടിലും കാസറോൾ ഉണ്ടാവുമല്ലോ അല്ലേ? അതിലേക്ക് നമ്മൾ ഈ കടല ഇട്ടിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഏകദേശം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ കടല നന്നായിട്ടൊരു അരമണിക്കൂർ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടല കറി വയ്ക്കാൻ പാകത്തിന് തന്നെ ആയി കിട്ടും. ഇനി രാത്രി കടല വെള്ളത്തിൽ ഇടാൻ മറന്നു എന്നും പറഞ്ഞ് ആരും വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് വേറൊരു ടിപ്പ് കാണാം. നമ്മുടെ കവറിനൊക്കെ നമുക്ക് ക്ലിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കുത്തിവെക്കാം. ഇനി ക്ലിപ്പില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും ഇങ്ങനെ ടിന്നിലിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, കുറച്ചധികം ഉള്ളതൊക്കെ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം തണുത്തും പോവാതിരിക്കും. അതുപോലെ തന്നെ അത് മറിഞ്ഞൊന്നും പോവാതെ ഇരിക്കും. മറിഞ്ഞ് തൂവിയൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന്. 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് നല്ല ക്ലിയറായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. തണുത്തൊന്നും പോവാതെ തന്നെ ഇരുന്നോളും. നമുക്കിതൊരു നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മാത്രം മതിയാകും. എല്ലാ കവറും ഇങ്ങനെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം. ഇതൊക്കെ കമിഴ്ത്തിയാലൊന്നും അത് മറിഞ്ഞു പോകത്തൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. നമുക്ക് മുഴുവനായിട്ടും എടുത്ത് കൊട്ടി വയ്ക്കണമെന്നൊന്നുമില്ല. അതുപോലെ ഇനി നമുക്ക് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടതെങ്കിൽ നമുക്കതിന് പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലാണെങ്കിൽ നമുക്ക് നല്ല ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റും. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ചെറിയ പാത്രത്തിൽ കുറേ ഉൾക്കൊള്ളിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതേ നമ്മൾ ആ കുതിരാൻ വെച്ച കടല ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതേ തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ പാകത്തിന് തന്നെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറി വയ്ക്കുകയോ പുഴുങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ നമുക്ക് ചെറുപയറാണെങ്കിലും വൻപയറാണെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് തക്കാളിയൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണല്ലേ. അതിന് ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതേ കണ്ടോ, തക്കാളി നമ്മളിങ്ങനെ കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ തക്കാളി കുറേ ദിവസം കേടുകൂടാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് തക്കാളി കേടായി പോകും. ഇങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം ഇരിക്കും. ഇനി നമ്മുടെ പച്ചമുളക് വാങ്ങി കുറേ ദിവസം എപ്പോഴും വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ കുറേ അധികം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഞെട്ട് പിച്ചി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം വരെ നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഒരു മാസത്തിലധികമൊക്കെ ഇതുപോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പച്ചമുളക് ഇങ്ങനെ വെച്ചിട്ട് ഞെട്ടൊന്നും കളയാതെ ഫ്രിഡ്ജിലിരുന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥയായി. ഇത് കണ്ടോ, നമ്മളിങ്ങനെ നല്ല ക്ലീനാക്കി ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് പയറുണ്ടല്ലോ, 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു മുരടിച്ചൊരു അവസ്ഥയിലിരിക്കും അല്ലേ. നമുക്ക് അരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ചധികം നേരം ഒരു 10-15-20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കീടാണുക്കളും നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മുടെ ബീൻസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതേ കണ്ടോ, കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ടേ ഉള്ളൂ. നല്ല ഒരുവിധം വാടിയ ബീൻസായിരുന്നേ. അതൊക്കെ ഇതേ നല്ല ഞൊടിയുന്നുണ്ട്. കേടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിച്ചാണുള്ള വെജിറ്റബിളൊക്കെ വരുന്നത്. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും നശിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് പയറൊക്കെ ഒരുപാട് കൊണ്ടുവരുന്ന സമയത്ത് അരിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ആ സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഒരു പയർ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട്, ഇനി വെച്ച് കഴിഞ്ഞാണേലും ഞെട്ട് കണ്ടിച്ച് കളഞ്ഞാൽ മതി. കളഞ്ഞിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പയർ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ആ റബ്ബർ ബാൻഡ് ഒന്ന് പതുക്കെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ പയറും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും.
പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണിലെ വർക്കെല്ലാം കഴിയുകയും ചെയ്യും. ഇത് നമുക്ക് രാവിലെ തൊട്ട് ഇങ്ങനെ ഓരോരോ പണികളായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്കിങ്ങനെ കുറേ ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ക്യാരറ്റ് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും അല്ലേ? നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാൽ കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നുണ്ട്. അതിനായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ചധികം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കേടൊന്നും വരില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് പാലിങ്ങനെ തിളച്ച് കിടന്നത്. നമ്മൾ എത്ര നോക്കി നിന്നാലും സമയമാകുമ്പോൾ നമ്മുടെ കണ്ണ് തെറ്റും. അങ്ങനെ പറ്റുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല വിദ്യയാണ്. നമുക്കിത് തുണിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ച് പിന്നെയും കഴുകി പിന്നെയും തുടച്ച്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? പാലിൻ്റെ സ്മെല്ലോ പാല് പോണേലും ബുദ്ധിമുട്ടാണ് സ്മെല്ല്. ആ സമയത്ത് ഇതുപോലൊരു സ്പോഞ്ച് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും. സ്പോഞ്ചിലേക്ക് ആ പാലെല്ലാം അബ്സോർബ് ചെയ്തോളും. ഇനി ഒന്നുകൂടി ഒന്ന് കഴുകി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും. ആ സ്മെല്ലൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊന്ന് ഒരു സോപ്പോ എന്തെങ്കിലും തൊട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അടുപ്പ് നല്ല ക്ലീനും ആകും. തുണിയൊന്നും കഴുകി എടുക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടോ, ഗ്യാസ് അടുപ്പൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി പാല് തിളച്ച് പോകാതിരിക്കാൻ, ഇങ്ങനെയൊക്കെ നമുക്ക് പാല് തിളച്ച് പോകാതിരിക്കാനായിട്ടുള്ള 1-2 ടിപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലൊരു തവി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാല് പുറത്ത് പോകത്തില്ല. ഇങ്ങനെ തന്നെ വന്ന് നിൽക്കും. ഒട്ടും തിളച്ച് പുറത്തേക്ക് പോകില്ല. ഇനി അതുമല്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്താലും മതിയാകും. ഇങ്ങനെ ഒരു വട്ടത്തിനൊരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുത്ത്, ഒരു തവിയോ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പാല് അങ്ങനെ വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് വന്ന് സിമ്മിലിടുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതിയല്ലോ. ഇനി നമ്മൾ ചായ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പാൽ ഒരുപാട് ഇങ്ങനെ കുറച്ചിട്ട് സിമ്മിലിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ തിളപ്പിച്ച് ആ ചായ എടുത്ത് ഇങ്ങനെ 2-3 തവണ അങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ചായക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കുറേ സമയം ഇങ്ങനെ സിമ്മിലിട്ട് കഴിഞ്ഞാൽ ആ പാല് അടിയിലും പിടിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ആ ചായക്ക്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചായ കുടിക്കാം നമുക്ക്, അത്യാവശ്യം കടുപ്പത്തിൽ തന്നെ. കടുപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് തന്നെ ചേർക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.